നമസ്കാരം. ഇന്നെനിക്ക് ഇംഗ്ലീഷ് പഠിതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു ചെറിയ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പല പരസ്യങ്ങളിലും നിങ്ങൾ ആകൃഷ്ടരായിട്ട് നിങ്ങൾ കോഴ്സിൽ ചേർന്നിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളത് കോഴ്സിൽ ചേർന്നത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊന്നും ഈ ഒരു ഭാഷ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ഏത് കോഴ്സിൽ ചേർന്നാലും നമ്മളുടെ ഭാഗത്ത് നിന്ന് നല്ല എഫേർട്ട് വേണം, നല്ല ഹാർഡ് വർക്ക് വേണം, നല്ല പ്രാക്ടീസ് വേണം. എങ്കിൽ മാത്രമേ നമുക്കൊരു 6 മാസം ഇതിൻ്റെ ഉള്ളിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരു ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും കഴിയുമെന്നല്ലാതെ കൂടുതൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനൊന്നും 6 മാസം കൊണ്ടൊന്നും കഴിയില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ കുറച്ച് ഗ്രാമർ കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു കൂട്ടായ്മ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ ആളുകൾ, നമ്മളെപ്പോലെ പഠിക്കുന്ന ആളുകൾ ചേർത്തിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, കോൺവെർസേഷൻ, ആ ഒരു ടോക്കിംഗ് പ്രാക്ടീസ്, സ്പീക്കിംഗ് പ്രാക്ടീസ്, അതുകൊണ്ട് മാത്രമേ നമുക്കൊരു ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പഠിതാക്കളുടെ ശ്രദ്ധയിൽ ഞാൻ ഒരു കാര്യം പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഫ്ലുവൻ്റായിട്ട് സംസാരിപ്പിക്കും എന്ന് വിശ്വസിച്ച് നിങ്ങൾ എവിടെ ചേർന്നിട്ടും അതിൻ്റെ ഫലം കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആ ടീച്ചിങ്ങും നിങ്ങളുടെ ഹാർഡ് വർക്കും കൂടി ചേരുമ്പോഴേ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവിടെ കൂടുതലും പഠിപ്പിക്കുന്നത് ഗ്രാമറാണ്, ടെൻസസ്, പിന്നെ കുറച്ച് ബേസിക് കാര്യങ്ങൾ സംസാരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം തുടക്കത്തിൽ അവർ പഠിപ്പിച്ചു തരിക. പിന്നെയാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അത് സമയം കുറേ എടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഇംഗ്ലീഷ് പഠിതാക്കളുടെ ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു 10-20 വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ്. അപ്പോൾ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നിയാൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് നോക്കിയാൽ അതിൽ ഒത്തിരി പേര് ഫ്രീ ടു ടോക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലേക്ക് കോൾ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഫ്രീ ടു ടോക്ക് എന്ന് മെസ്സേജ് ചെയ്താൽ ഉടനെ എനിക്ക് കോള് ആരുടെയെങ്കിലും കിട്ടും. അത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യക്കാരുടെ ആയിരിക്കും, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള ആളുകളുടെ ആയിരിക്കും, ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ ഒരു ഭാഷ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുള്ളൂ. ഒരു സംസാരത്തിലൂടെയാണ് കൂടുതൽ ഒരു ഭാഷ പഠിക്കാൻ കഴിയുക. അപ്പം നമ്മൾ മലയാളം പഠിച്ച അതേപോലെ തന്നെയാണ് ഈ ഇംഗ്ലീഷും പഠിക്കാൻ പറ്റുക. നമ്മൾ ചെറുപ്പത്തിൽ മലയാളം സംസാരിച്ച് പഠിച്ച പോലെ ആളുകളുമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് വേണം ഒരു ഭാഷ ഡെവലപ്പ് ചെയ്യാൻ. അല്ലാതെ നമ്മളൊരു പെട്ടെന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു, ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേർന്നു, അവരാദ്യം ടെൻസസ് പഠിപ്പിച്ചു തരും, 12 ടെൻസ്, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ 12 ടെൻസുകൾ, പിന്നെ ഈസ്, ആം, ആർ, ഓക്സിലറി വെർബ്, ഇൻ്റർജെക്ഷൻ, കൺജങ്ഷൻ, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴേക്ക് വർഷങ്ങളാവും. പക്ഷേ അവിടെ ആ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ടാവില്ല. അപ്പോൾ സംസാരിക്കലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് സംസാരിച്ച് പരിശീലനം കിട്ടണമെങ്കിൽ അതിന് പറ്റിയ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ചേർന്നിട്ട് ആയിരക്കണക്കിന് ആളുകളുമായിട്ട് ദിവസം 10 പേരെ വിളിക്കുക, സംസാരിക്കുക. നമുക്കറിയുന്ന കാര്യങ്ങൾ എന്താണ് വായിൽ വരുന്നതിനനുസരിച്ച് സംസാരിക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ച്, അങ്ങനെ ഓരോ ദിവസം ഒരു 10-15 പേരെ വിളിച്ച് അവരോടായിട്ട് സംസാരിക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഒരു 10-15 പേരെ വെച്ച് വിളിക്കുമ്പോൾ ഒരു വർഷത്തിൽ എത്ര പേരായി? ആയിരക്കണക്കിന് ആളുകളായിട്ട് നമ്മൾ വിളിച്ച് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുമ്പോൾ നമുക്കിത് നമ്മുടെ മാതൃഭാഷ പോലെയാവും, മലയാളം പോലെയാവും. അല്ലാതെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് അവിടുത്തെ ഗ്രാമറോ അവിടുത്തെ ടെൻസുകളും പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും ഓക്സിലറി വെർബും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ പഠിച്ചിട്ട് വരുമ്പോഴേക്ക് നമുക്കവിടെ സംസാരിക്കാനുള്ള പരിശീലനം കിട്ടില്ല. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അവർ സംസാരിക്കാനുള്ള പരിശീലനം തരികയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി, നിങ്ങളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അതിലങ്ങനെ അവരുമായിട്ട് ദിവസം സംസാരിച്ചിട്ടാണ് ഒരു ഭാഷ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ചേർന്നിട്ട്
അവരെല്ലാം തരും എന്ന് വിചാരിച്ചിട്ട് 6 മാസത്തിനുള്ള അവർ നമ്മളെ ഒരു നല്ല ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തമാക്കുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കഴിയില്ല. കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനേ അവർക്ക് പറ്റുള്ളൂ. പിന്നെ കൂടുതലും നമ്മളുടെ എഫേർട്ട്, നമ്മുടെ ഹാർഡ് വർക്ക് പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഷ പഠിക്കുന്നത് സംസാരത്തിലൂടെയാണ്. ഞാനൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഈ സംസാരത്തിലൂടെയാണ് ഈ ഭാഷ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ ചേർന്ന് പഠിച്ച ആളാണ്. പക്ഷേ അവിടെ ഈ ടെൻസുകളെ കുറിച്ചൊക്കെയാണ് പഠിപ്പിച്ചു തരും കൂടുതലും. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 6 മാസം പഠിപ്പിച്ച് തരുമ്പോൾ അതിലൊന്നും അവിടെ സംസാരിക്കാനുള്ള ഒരു പരിശീലനം കിട്ടിയിട്ടില്ല. പിന്നെയാണ് ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു. അവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരോട് വിളിച്ചിട്ട് ആ ഒരു കോൺവെർസേഷൻ ദിവസം ആളുകൾ വിളിച്ച് അവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക. അങ്ങനെയാണ് നമ്മളുടെ തെറ്റുകൾ ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളിലുണ്ടാവും. നമ്മൾ ചെറിയ എന്തെങ്കിലും വാസ് ഉപയോഗിക്കേണ്ട ഈസ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ആം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരത് തിരുത്തി തരും. അങ്ങനെ 10 പേരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു 10 മിസ്റ്റേക്ക് അവർ തിരുത്തി തരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഈ സംസാരത്തിലൂടെയാണ് ഒരു ഭാഷ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്ത് തരാം. പിന്നെ നിങ്ങൾ അതിൽ ആയിരക്കണക്കിന് ആളുകളുമായിട്ട് ദിവസം ഇംഗ്ലീഷ് പറഞ്ഞിട്ട് വേണം ഒരു ഭാഷ പഠിക്കാൻ. അല്ലാതെ കുറച്ച് പുസ്തകം വായിച്ചത് കൊണ്ടോ കുറച്ച് കേട്ടത് കൊണ്ടോ എന്തെങ്കിലും കുറച്ച് ഗ്രാമർ പഠിച്ചത് കൊണ്ടോ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അങ്ങനെ ടെൻസുകളെ കുറിച്ച് പഠിച്ചത് കൊണ്ടോ നമുക്ക് ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയില്ല. ഒഴുക്കോടെ സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത് ഒരേ വഴിയുള്ളത് ടോക്കിംഗ് അത് മാത്രമേ ഉള്ളൂ. സംസാരം മാത്രമേ ഒരു വഴിയുള്ളൂ പഠിക്കാൻ. കാരണം നമുക്ക് അല്ലെങ്കിൽ ഓൾറെഡി അറിയാം, എഴുത്തും വായനയെല്ലാം നമുക്കറിയാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കും ചേരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ചേർത്തി തരാം. എൻ്റെ ഫോൺ നമ്പർ 62 82 47 0 663. എന്നെ വിളിച്ചാൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്ത് തരാം. നിങ്ങൾ അവരുമായിട്ട് ദിവസം സംസാരിക്കുക. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ തെറ്റ് വരുത്തിയാൽ അവർ തിരുത്തി തരും. അങ്ങനെ സംസാരിച്ചിട്ടാണ് ഒരു ഭാഷ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഒത്തിരി പഠിതാക്കളുടെ അംഗമായിട്ടുള്ള ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് എനിക്കറിയാം. താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക, ഞാൻ ചേർത്തരാം. ഓക്കെ, നന്ദി, നമസ്കാരം. എല്ലാവരും ഈ ഭാഷ നന്നായി പഠിച്ച് വിജയിക്കട്ടെ. ഓക്കെ.